വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ഡെയിലി MCQസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ടിൻ്റെ. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി 10 ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 ക്വസ്റ്റ്യൻ ഇതാണ്: ഷോർട്ട് ടൈം ഫിനാൻസിങ് ഈസ് അൺറിലേറ്റഡ് ടു ലോങ് ടൈം സ്ട്രാറ്റജി. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, പ്രോപ്പർ ഫിനാൻഷ്യൽ പോളിസി ഇന്റഗ്രേറ്റ്സ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഫിനാൻസിങ്. നമ്പർ 3, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടൈം ഡെറ്റ്. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. ഓപ്ഷൻ നമ്പർ 1 ഓൺലി 1 ഈസ് ട്രൂ, 2 ഓൺലി, 2 ആൻഡ് 3 ഓൾ ആർ ട്രൂ. എന്താണ് ആൻസർ വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഷോർട്ട് ടൈം ഫിനാൻസിങ് ഈസ് അൺറിലേറ്റഡ് ടു ലോങ് ടൈം സ്ട്രാറ്റജി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഷോർട്ട് ടൈം ഫിനാൻസിങ് എന്ന് പറയുന്നത് ലോങ് ടൈം സ്ട്രാറ്റജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മൾ ഷോർട്ട് ടൈമിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും ലോങ് ടൈമിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിനെ ബാധിക്കുന്നുണ്ട്. സോ ഷോർട്ട് ടൈം ഫിനാൻസിങ് അൺറിലേറ്റഡ് ടു ലോങ് ടൈം സ്ട്രാറ്റജി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി പ്രോപ്പർ ഫിനാൻഷ്യൽ പോളിസി ഇന്റഗ്രേറ്റ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം. അത് ശരിയാണ്. കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പോളിസി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഫിനാൻസിങ്ങിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദർ റിക്വയർഡ് എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം. ഓക്കെ, രണ്ടിനും വേണം ഈക്വൽ ഇമ്പോർട്ടൻസ്. ദെൻ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടൈം ഡെറ്റ്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ? ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് വേണ്ടതായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ? ഇപ്പൊ ക്രിസ്മസ് സീസൺ വരുന്നു. ഓരോ സീസണിലെ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് വേണ്ടതായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്. അത് ലോങ് ടൈം ഡെറ്റ് വെച്ചിട്ടാണ് ഫിനാൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റല്ലേ? സീസണൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ഷോർട്ട് ടൈം ഡെറ്റ്, ഇപ്പോൾ ഷോർട്ട് ടൈം ലോണുകൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ലോങ് ടൈം ഡെറ്റ് വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് ശരിയായിട്ട് വരിക, 2 ഓൺലി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. പബ്ലിക് ഫേംസ് പ്രൈമറി financial objective is social welfare, not financial performance. Number 2, public firms require financial sustainability for long-term viability. Number 3, time value of money is irrelevant for public budgeting. Only 2 is true, 1 and 2, 2 and 3 all are true. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? പബ്ലിക് ഫേംസ് പ്രൈമറി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഈസ് സോഷ്യൽ വെൽഫെയർ, നോട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റല്ലേ? പബ്ലിക് ഫേം ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അല്ല. സോഷ്യൽ വെൽഫെയർ എന്നൊക്കെ പറയണത് നമുക്ക് ഒരു വിഷൻ ആണെന്നൊക്കെ പറയാം, വിഷനാണ്. അതല്ലാണ്ട് സോഷ്യൽ വെൽഫെയർ പ്രൈമറി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ സാധിക്കില്ല. ഇതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് അല്ലേ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വിഷൻ പോയിന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് പ്രൈമറി ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് സോഷ്യൽ വെൽഫെയർ ആണെന്ന് പറയുന്നത് പബ്ലിക് ഫേമിൻ്റെ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദിസ് ഇസ് ആക്ച്വലി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, പബ്ലിക് ഫേംസ് റിക്വയർ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഫോർ ലോങ് ടൈം വയബിലിറ്റി. പബ്ലിക് ഫേം ആണെങ്കിലും ലോങ് പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു എക്സിസ്റ്റൻസ്, അത് കൂടിയേ തീരൂ. ലോങ് ടൈം വയബിലിറ്റി, ഫോർ ലോങ് ടൈം വയബിലിറ്റി, ലോങ് ടൈം എക്സിസ്റ്റൻസിനെ
ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി, നിലനിൽപ്പ്, ലോങ് പീരീഡ് ഓഫ് ടൈമിലുള്ള നിലനിൽപ്പ് കൂടിയേ തീരൂ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കറക്റ്റാണ്. ഓക്കെ. ഇനി ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഇറലവൻറ്റ് ഫോർ പബ്ലിക് ബജറ്റിംഗ്, അത് തെറ്റാണ്. ഏത് ഡിസിഷൻ എടുക്കണമെങ്കിലും ടൈം വാല്യൂ ഓഫ് മണിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ നിർബന്ധമായും കൺസിഡർ ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് 2 മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലി 2 ഈസ് ട്രൂ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 12. മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. Statement 1. Efficient markets prevent consistent abnormal gains from timing security issuance. Number 2. Capital structure affects value due to taxes and bankruptcy risk. Then, in a world with taxes and no bankruptcy cost, capital structure does not affect firm value. 3 statements ഇതാണ്. Option 1 and 2 are true. Only 1 is true. Only 3 is true. All are true. നമുക്ക് നോക്കാം എന്താണ് വരാ. Statement 1. Efficient market prevent consistent abnormal gains from timing security issuance. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ അബ്നോർമൽ ഗെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പലപ്പോഴും മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അബ്നോർമൽ ഗെയിൻസ് ഒന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ വരാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യും. മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആവും. പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ് എഫിഷ്യന്റ് മാർക്കറ്റ് ആണെങ്കിൽ. അത് ശരിയാണ്. ഓക്കെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എഫക്ട്സ് വാല്യൂ ഡ്യൂ ടു ടാക്സസ് ആൻഡ് ബാങ്ക്രപ്സി റിസ്ക്. എന്താണ്? ട്രേഡ് ഓഫ് തിയറി ആണത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റലുകളുടെ മിക്സ്ചർ ആണ്, ഡെറ്റ് ഇക്വിറ്റിയുടെ. സോ ഡെറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടാക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെ ഡെറ്റ് കൂടുമ്പോൾ വാല്യൂ കൂടും, ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട്. ബട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്ന എന്താ? ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടും, ഫിനാൻഷ്യൽ സ്ട്രെസ് വരും, റിസ്ക് കൂടും. അതാണ് ബാങ്ക്രപ്സി റിസ്ക് അവിടെ വരും. സോ അത് ശരിക്കും പറഞ്ഞാൽ വാല്യൂവിനെ ചിലപ്പോൾ കുറയ്ക്കും. അപ്പോൾ ഒരു ബാലൻസ് വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടായിരുന്നു. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എഫക്ട്സ് വാല്യൂ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട്? ടാക്സസ് ആൻഡ് ബാങ്ക്രപ്സി റിസ്ക് കൊണ്ട്. അത് വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും കാരണമാകുന്നതാണ്. ഡെറ്റ് കൂടുമ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ വാല്യൂ കൂടും. ദെൻ ഡെറ്റ് കൂടുമ്പോൾ ഈ പറയുന്ന ടാക്സേഷൻ ബെനിഫിറ്റ് കൊണ്ട് വാല്യൂ കൂടിയാലും അപ്പുറത്ത് ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് വരുമ്പോൾ, ബാങ്ക്രപ്സി റിസ്ക് വരുമ്പോൾ അത് കുറയ്ക്കുകയും ചെയ്യും. സോ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും. സോ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 കഴിഞ്ഞതിന് ശേഷം 3 ആണ്. ഇനി ഇൻ എ വേൾഡ് വിത്ത് ടാക്സസ് ആൻഡ് നോ ബാങ്ക്രപ്സി കോസ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്ട് ഫേം വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇറലവൻസ് തിയറി പറഞ്ഞിട്ടുള്ളത് അറിയാം. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഇറലവൻസ് തിയറിയിൽ ടാക്സ് ഉണ്ട്, ടാക്സ് ഉണ്ടായിരിക്കും. ബട്ട് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇല്ല. എങ്ങനെയാണെങ്കിലും ഇറലവൻ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇൻ എ വേൾഡ് വിത്ത് ടാക്സസ് നോ ബാങ്ക്രപ്സി കോസ്റ്റ്, അവിടെ റിസ്ക് എന്ന് പറയണത് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ എ വേൾഡ് വിത്ത് ടാക്സസ് ആൻഡ് നോ ബാങ്ക്രപ്സി കോസ്റ്റ്. അപ്പോൾ ബാങ്ക്രപ്സി കോസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താ? റിസ്ക് ഇല്ല. ഇപ്പം ഡെറ്റ് കൂടിക്കഴിഞ്ഞാൽ ടാക്സേഷൻ ബെനിഫിറ്റ് അവിടെ ലഭിക്കും. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാവാം, ടാക്സേഷൻ ബെനിഫിറ്റ് അവിടെ ലഭിക്കും. വാല്യൂ ഓഫ് ദി ഫേം അവിടെ കൂടും. ബട്ട് വാല്യൂ ഓഫ് ദി ഫേം അവിടെ കൂടും. നമ്മൾ പറഞ്ഞു ഡെറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസ്ക് കൂടും. ദാറ്റ് മീൻസ് ബാങ്ക്രപ്സി റിസ്ക് എന്ന് പറയുന്നത് കൂടും. നമ്മളിവിടെ പറഞ്ഞില്ലേ? അങ്ങനെ ആകുമ്പോൾ വാല്യൂ ഓഫ് ദി ഫേം കുറയും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞ ഇറലവൻ്റ് ആണ്, ഡസ് നോട്ട് എഫക്ട് വാല്യൂ ഓഫ് ദി ഫേം എന്ന്. ബട്ട് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ന്റെ അതേ കാര്യമല്ല. വിത്ത് ടാക്സസ് നോ ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഇല്ലാത്തൊരവസ്ഥയെ പറയുന്നത്. ഡെറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടാക്സ് വരുന്നു, ടാക്സ് ഷീൽഡ് വരുന്നു, നമുക്ക് വാല്യൂ ഓഫ് ദി ഫേം കൂടുന്നു. ദെൻ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരേണ്ടതാണ്? ബാങ്ക്രപ്സി കോസ്റ്റ്. ഇൻ എ വേൾഡ് വിത്ത് ടാക്സസ്
ദെൻ ബാങ്ക്രപ്സി കോസ്റ്റ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, വാല്യൂ ഓഫ് ദി ഫേം അവിടെ കൂടാ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ MM സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്താ നമുക്ക് നോക്കണ്ടേ, MM പറഞ്ഞിരിക്കുന്ന പ്രകാരം ടാക്സ് വരുന്നു, ഡെറ്റ് കൂടുന്നു എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാങ്ക്രപ്സി കോസ്റ്റ് അവിടെ വരണം. അങ്ങനെയാകുമ്പോൾ വാല്യൂ ഓഫ് ദി ഫേമിനെ ബാധിക്കാത്തൊരവസ്ഥയാണ് വരാം, ഇറലവൻറ്റ്. പക്ഷെ ഇവിടെ നോ ബാങ്ക്രപ്സി കോസ്റ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്ട് ഫേം വാല്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വാല്യൂ ഓഫ് ദി ഫേം അങ്ങനെയാണെങ്കിൽ കൂടാ ചെയ്യുക. ദാറ്റ് മീൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. MM പറഞ്ഞിരിക്കുന്ന ബേസിലാണെങ്കിൽ ബാങ്ക്രപ്സി റിസ്ക് എന്ന് പറയുന്നത് വരും, അത് ബാലൻസ് ആയി പോവും, ഇറലവൻസ് തിയറി അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദാറ്റ് മീൻസ് 1ഉം 2 ആണ് ശരി. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. Statement 1, financial risk arises from use of debt. Number 2, business risk is eliminated using financial leverage. Number 3, operating leverage measures sensitivity of EBIT to sales changes. Only 1 is true, 1 and 3 are true, 2 and 3 are true, all are true. നമുക്ക് നോക്കാം. ആദ്യം ഫിനാൻഷ്യൽ റിസ്ക് arises from use of debt. ഫിനാൻഷ്യൽ റിസ്ക് വരുന്നത് ഡെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ശരിയാണ്. രണ്ടാമത് ബിസിനസ് റിസ്ക് ഈസ് എലിമിനേറ്റഡ് യൂസിങ് ഫിനാൻഷ്യൽ ലിവറേജ്. ബിസിനസ് റിസ്ക് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട്, കടം കൂടുതൽ മേടിക്കുന്നത് കൊണ്ട്, ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലിവറേജ് വരാം. സോ ബിസിനസ് റിസ്കിനെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. അത് തെറ്റല്ലേ? ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ബിസിനസ് റിസ്ക് വരാം. അത് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട്, ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് തെറ്റാണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് സെൻസിറ്റിവിറ്റി ഓഫ് EBIT ടു സെയിൽസ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ EBIT ടു സെയിൽസ് ആണ്, കറക്റ്റാണ്. ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ അത് ശരിയാണ്. ദാറ്റ് മീൻസ് 1ഉം 3ഉം ആണ് ശരി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. നമുക്കിത് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെൻസിറ്റിവിറ്റി അനാലിസിസ് ചേഞ്ചസ് വൺ വേരിയബിൾ അറ്റ് എ ടൈം. സിനാരിയോ അനാലിസിസ് ചേഞ്ചസ് മൾട്ടിപ്പിൾ വേരിയബിൾസ് സൈമിൾട്ടേനിയസ്ലി. മോണ്ടി കാർലോ സിമുലേഷൻ ജനറേറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഔട്ട്കംസ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഓൺലി 1 ഈസ് ട്രൂ, 1 and 2 ആർ ട്രൂ, എല്ലാതും ശരിയാണ്. ദെൻ 2 and 3. 3 അനാലിസിസിനെ പറ്റിയിട്ട് സെൻസിറ്റിവിറ്റി അനാലിസിസ് ചേഞ്ചസ് വൺ വേരിയബിൾ അറ്റ് എ ടൈം. അനാലിസിസിൽ 1 വേരിയബിൾ തന്നെയാണ് അറ്റ് എ ടൈം സെൻസിറ്റിവിറ്റി അനാലിസിസിൽ, ശരിയാണ്. സിനാരിയോ അനാലിസിസ് എന്ന് പറയുമ്പോൾ പല സിനാരിയോ, വേസ്റ്റ്, ഗുഡ് ഉണ്ടായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് സൈമിൾട്ടേനിയസ്ലി ചേഞ്ച് ആവുന്നതാണ്, അത് ശരിയാണ്. മോണ്ടി കാർലോ സിമുലേഷൻ ജനറേറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്കം, അതും കറക്റ്റ് അല്ലേ? സിമുലേഷനിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്കം വരണം എന്നുള്ളത്. ദാറ്റ് മീൻസ് 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരെ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിലിപ്പോൾ നമ്മൾ ടോട്ടൽ 15 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി 5 ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് പിന്നെ കാണാനുള്ളത്. ഓക്കെ, നമ്മൾ ഓരോ സബ്ജക്റ്റും മാറി മാറി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട്. സബ്ജക്റ്റിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.